ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ സർക്കാരിന് കുരുക്കുമുറുകുന്നു. ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ എൻ വിജയകുമാറിലേക്കും KP ശങ്കരദാസിലേക്കും അന്വേഷണം നീളുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPM-നും തലവേദനയാണ്. പത്മകുമാറിന് ജാമ്യം നിഷേധിച്ചതും തിരിച്ചടിയായി. അതേസമയം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും വീണ്ടും SITക്ക് മുന്നിൽ എത്തിയേക്കും. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിന് പിന്നാലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടതിന് പിന്നാലെയാണ് അന്വേഷണത്തിലെ വഴിത്തിരിവ് ഇടത് സർക്കാരിന് വീണ്ടും തലവേദനയാകുന്നത്. അന്വേഷണം CPM-ന്റെ ഉന്നതരിലേക്ക് എത്തുന്നത് തിരിച്ചടിയായി മാറുന്നുണ്ട്. ശബരിമല തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് സംസ്ഥാന നേതൃത്വം കഴിഞ്ഞ ദിവസം വിലയിരുത്തിയിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളും സ്ഥാനാർത്ഥി ചർച്ചകളും തുടരുന്നതിനിടയിൽ CPM നേതാക്കളിലേക്ക് അന്വേഷണം എത്തുകയും ചെയ്യുന്നത് തലവേദന ഇരട്ടിയാക്കുന്നു. മുതിർന്ന നേതാവും ദേവസ്വം ബോർഡ് അംഗവുമായിരുന്ന KP ശങ്കരദാസിലേക്കും N വിജയകുമാറിലേക്കും അന്വേഷണം നീളുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധങ്ങൾ പാളുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇഷ്ടക്കാരെ സംരക്ഷിക്കാൻ പല വിധത്തിലുള്ള നടപടികൾ സ്വീകരിച്ചെങ്കിലും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനങ്ങൾ ഏറ്റതോടെ അന്വേഷണം ബലപ്പെടുത്തിയിട്ടുണ്ട് SIT. കൂടാതെ കേന്ദ്ര ഏജൻസികൾ കേരളത്തിലേക്ക് എത്തുമെന്ന സ്ഥിരീകരണം കൂടി വരുന്നതോടെ ഇടത് കോട്ടകൾ അങ്കലാപ്പിലാണ്. ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ പത്മകുമാറിന് കഴിഞ്ഞ ദിവസം ജാമ്യം നിഷേധിക്കപ്പെട്ടതും. മുൻ MLA-യും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന പത്മകുമാറിലേക്ക് അന്വേഷണം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും CPM ക്യാമ്പുകൾക്ക് തിരിച്ചടി ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ക്യാപ്സ്യൂളുകളുമായി തിരഞ്ഞെടുപ്പിനെ നേരിടാനാണ് CPM-ന്റെ നീക്കം. ജനം, തിരുവനന്തപുരം.